അപ്പോൾ ഒരു കാര്യം പറയാ എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ടു. ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെയോ ദുരന്തങ്ങളൊക്കെ നടക്കുന്നു. ആ ഒരു വേദനയ്ക്കിടയിലും ഒരു വീഡിയോ വൈറലായിട്ട് വന്നു. ആ വാർത്തകൾക്കിടയിലും വൈറലായിട്ട് വന്ന ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒരു ചേച്ചിയുടെ വൈറലാകാനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം കാണുന്നുണ്ടോ? ഇതാണ് വീഡിയോ. അപ്പം എന്താന്ന് പറഞ്ഞാൽ അതാണ് ചേച്ചി. ആരെ എന്താണെന്നൊന്നും അറിയില്ല എനിക്ക്. ആ വീഡിയോ അതിൽ തുണിയില്ല, തുണിയുടെ കഷ്ണമേ ഇല്ല, ഒരു നൂല് പോലും ഇല്ല. അതിലിങ്ങനെ തെങ്ങിൻ്റെ പട്ടയുടെ ഓലയാണ്. പണ്ടൊക്കെ ഈ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അതിനു വേണ്ടി ഈ ത്യാഗങ്ങളും എത്ര സമരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മതി, ഇത് അവരുടെ വീഡിയോ ആണ്. നമുക്ക് കൂടുതലൊന്നും കാണിക്കാൻ പറ്റില്ല. അവർ വൈറലാകാൻ വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ നാട്ടിൽ എന്തൊക്കെയോ നടക്കുന്നു, പക്ഷെ അതൊന്നുമല്ല വിഷയം. അവരുടെ വീഡിയോസ് ഒന്ന് വൈറലാകണം, അതിനു വേണ്ടി ചേച്ചി ചെയ്തതാണ്. പക്ഷെ ഇവര് ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് അവരെ പറ്റി അങ്ങനെ ചെയ്യരുത്, വെക്കരുത്, ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവർ വീഡിയോ ഒക്കെ ഇങ്ങനെ വൈറലാകണമെങ്കിൽ അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതല്ലേ അർത്ഥം. കാരണം സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകളും വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ കാണുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പ്രത്യേകിച്ച് നമുക്ക് ഒരാളോട് ഇന്നതേ കാണാൻ പറ്റൂ, ഇന്നതേ കാണാൻ പറ്റില്ല എന്നുള്ളതൊന്നും പറയേണ്ടതും നമുക്ക് ഇല്ല. അപ്പം അവരും അതിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ നോക്കിയിട്ടായിരിക്കാം വീഡിയോസ് ഇട്ടതും ഇങ്ങനെ വൈറലായതും ഒക്കെ. അതെന്തോ അവരുടെ കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞ ഇതൊട്ടും നമുക്ക് ഒന്ന് എന്താ പറയുക, നമ്മൾ ഒരു കുടുംബത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നത്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നതോ കേൾക്കുന്നതോ ഒട്ടും നമുക്ക് അങ്ങ് ദഹിക്കില്ല. സോ ആ കൂട്ടത്തിൽ തന്നെയാണ് ഞാനും. ഒരു പരിധി വിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത് കാണാൻ നമുക്കൊരു ടൂ മച്ചായിട്ടാണ് തോന്നിയിട്ട് പോകുന്നത്. അതോട് ഇത് ഞാൻ അവരെ പറ്റി നീ എന്തിനാടി അങ്ങനെ ചെയ്ത് എന്നൊന്നും പറയാൻ ഞാനില്ല. ഞാൻ ഇങ്ങനത്തെ കുറേയൊക്കെ വീഡിയോസൊക്കെ ഇതുപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പകരം നമ്മുടെ അടുത്ത് വന്നിട്ട് കുറേ പേര് ഇങ്ങോട്ട് പങ്കാളിയിട്ടത് തന്നെ ഉള്ളൂ. സോ അപ്പോൾ നമുക്കൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനില്ല. എന്നിരുന്നാലും ഇത് എന്താ പറയുക, ഇങ്ങനെ ചെയ്യുന്നവരൊന്ന് ഓർക്കണം. കുടുംബക്കാർ, അറിയുന്നവർ എല്ലാവരും ഈ കാണുന്നതാണ്. ഒരു തുണി പോലും ഇല്ലാതെ ഇതൊരു ചെറിയ വീഡിയോസായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ ഇങ്ങനെ. പക്ഷെ ആ വീഡിയോ നമ്മളത് കാണുമ്പോൾ അത് മനസ്സിലാകും വളരെ വളരെ ബോറായിട്ട് ഒരു ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ്. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് നിയന്ത്രിക്കുക എന്നുള്ളത് പറ്റില്ല. സോ അപ്പം നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ അടുത്തൊക്കെ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം വീഡിയോസോ ചാനലുകളോ ഇതൊക്കെ കാണാനിടയുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ എനിക്കിതിലൂടെ പറയാൻ കഴിയുള്ളൂ. ഓക്കെ.